ക്രീം ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് നമ്മൾ നാളെ നമ്മൾ കേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഫ്രീസറിനടുത്ത് ഫ്രിഡ്ജിക്ക് വെക്കുക കേട്ടോ. ഫ്രീസറിനടുത്ത് ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ലൂസാണ് കേട്ടോ, ഐസിൻ്റെ കട്ട ഉണ്ടാകാൻ പാടില്ല. 1 കപ്പ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലാട്ടോ ക്രീം ഒഴിച്ചിട്ടുണ്ട്. ഇനി ബീറ്ററിൻ്റെ ബ്ലേഡ് ഇടുന്നത് ഇങ്ങനെ കേട്ടോ. ബ്ലേഡിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല, ശ്രദ്ധിക്കണം. എന്നിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക ഫസ്റ്റ് സ്പീഡിലിട്ട്. ഫസ്റ്റ് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ നമ്മുടെ ക്രീം ഒരു ബബിൾസ് വരും. ഫസ്റ്റ് സ്പീഡിൽ ഒരു 2 മിനിറ്റ് കേട്ടോ. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ആണ് നമ്മൾ ക്രീം ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോണിൽ വേറൊരു ഫോണിൽ ടൈമർ സെറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മള് ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്രീം കണ്ടോ കുറച്ചൊരു കട്ടി വെച്ചിട്ടുണ്ടാവും കേട്ടോ. എന്താ കുറച്ച് കട്ടി വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേട്ടോ അപ്പൊ നമ്മള് 1 മിനിറ്റും കൂടെ ആയപ്പോ ഒന്നും കൂടെ നല്ലൊരു സ്റ്റിഫ് ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെന്നല്ല ഒരു 1/2 മിനിറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഒന്നും കൂടെ സ്റ്റിഫ് ആവും. നമ്മള് 1/2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ക്രീം നമ്മൾ ഈ ബ്ലേഡിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കും കേട്ടോ. അപ്പൊ നമ്മള് ഇത് സ്റ്റെപ്പ് നിർത്തുക, ബീറ്റിംഗ് സ്റ്റെപ്പ് നിർത്തുക. ഇനി ഞാൻ 3rd സ്പീഡിൽ ഒരു 1/2 മിനിറ്റ് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ നമ്മള് 3rd സ്പീഡിൽ ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ക്രീമൊക്കെ ഈ ബ്ലേഡിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റിഫായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്യേണ്ട, ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചുള്ള ക്രീം ഒന്നിങ്ങനെ കമത്തിയിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ ചാടിയിട്ടില്ലല്ലോ. ഇതാ സ്റ്റിഫായത് അവിടെ എങ്ങനെ നിൽക്കും. ഇങ്ങനെ കാട്ടുമ്പോഴൊന്നും ഒലിച്ചു വരുന്നൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മൾ ക്രീം ബീറ്റിങ്ങിന്റെ സ്റ്റെപ്പ്. അപ്പൊ നമ്മള് ടോട്ടല് 3.5 മിനിറ്റാണ് നമ്മളെ ക്രീം ബീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്ര മതി. പിന്നെ ചില ക്രീമിൽ മധുരം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് നോക്കിയതിന് ശേഷം പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ 1 kg ചെയ്യുമ്പോൾ ഒരു കപ്പും 1.25 കപ്പ് ക്രീം എടുക്കുക. 1/2 kg ചെയ്യുമ്പോൾ 1 കപ്പ് ഒക്കെ എടുക്കുക കേട്ടോ. പഠിക്കുന്നവരായാലും ബിഗിനേഴ്സ് ആയവര് പഠിക്കുന്നവര്, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ബീറ്റിംഗ് ചെയ്യുന്ന സ്റ്റെപ്പ്. ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. മെലോന്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് ഒരു കത്തി വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാ കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ബോക്സിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ നോർമൽ ഷുഗർ സിറപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇത് 1 ഗ്ലാസ് വെള്ളത്തേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ലൈറ്റ് ചൂടാക്കിയിട്ട് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുത്താൽ മതി. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. പിന്നെ നമ്മളെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം. പിന്നെ യൂസ് ചെയ്യുന്ന നോസിൽ വന്നിട്ട് സ്റ്റാർ നോസിലാണ് കേട്ടോ. സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം കേട്ടോ. പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് കട്ട് ചെയ്ത